നമ്മുടെ മെഡൂസ ഏറെക്കുറെ എത്രയായിട്ടുണ്ട്. പൈനാപ്പിളിൻ്റെ ഒക്കെ വെറൈറ്റികളുടെ അപ്ഡേറ്റ് ഞാൻ പൈനാപ്പിളിൻ്റെ സെപ്പറേറ്റ് പ്ലേ ലിസ്റ്റിലിടും. അപ്പോൾ ഇത് 4-ാമത്തെ 5-ാമത്തെ അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയും ചെറുപ്രായത്തിൽ എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്ന് കാണാൻ വേണ്ടിയിട്ട് ആ അപ്ഡേറ്റുകൾ കണ്ടാൽ മതി. ഇത് കണ്ടില്ലേ, ഇതൊക്കെയും ഓരോരോ ക്രൗണുകളാണ്. ഇതാണ് മെയിൻ ക്രൗൺ. ഇതിൻ്റെ ചക്കയുടെ ഓരോ കണ്ണുകളിൽ നിന്നും ഓരോ ചെറിയ ചക്കകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓരോ ചെറിയ ചക്കകളുടെ ചുറ്റും വന്ന് വീണ്ടും വേറെ വേറെ ചക്കകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതൊരു മൾട്ടിപ്പിളായിട്ട്, അതായത് ഇത് മെയിൻ ചക്ക ഇതിൻ്റെ ഉള്ളിലുണ്ട്, അതിൻ്റെ ക്രൗണാണിത്. ആ ചക്കയുടെ ഓരോ കണ്ണുകളിൽ നിന്നും വന്നിട്ടുള്ള ചെറിയ ചെറിയ ചക്കകളാണത്. ആ ചെറിയ ചക്കകളുടെ ചുറ്റും ചെറിയ ചെറിയ വേറെ വീണ്ടും ചക്കകളുണ്ട്. ഇത് പ്രൈമറി ചക്ക, സെക്കൻഡറി ചക്കകൾ, ടെറിഷറി ചക്ക, 3-ാം ഘട്ടം, 1-ാമൻ, 2-ാമത്തെ തലമുറ, 3-ാമൻ, ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൈകൾ വേണ്ടവരുണ്ടെങ്കിൽ 94 95 55 13 37 എന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഇതിന് പാകാവാൻ ഇനിയും ഒരു 2 മാസമെങ്കിലും എടുക്കുമെന്ന് തോന്നുന്നുണ്ട്. ഇതിപ്പോൾ ഏപ്രിലല്ലേ, ഒരു ജൂൺ ഫസ്റ്റായിട്ട് നോക്കിയാൽ മതി. ഇതിൻ്റെ നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട റൂട്ടിൽ കോടന്നൂരാണ്. ഇത് വാങ്ങിക്കൊണ്ട് വന്ന സമയത്ത് ഇതിൽ നിന്ന് ഒരു സക്കറുള്ളത് ഞാൻ 50 രൂപയ്ക്ക് 200 രൂപയ്ക്ക് കൊടുത്തു. ഇതൊക്കെ വലുതാവുന്ന സക്കറുകൾ ഞാൻ 50 രൂപയ്ക്കാണ് ഒരെണ്ണം കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഒപ്പം ഇതിൽ നിന്ന് പൊട്ടി വന്ന വേറെ സക്കറ് അതും കായ്ച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ഇനി ഇത് മെഡൂസയാണ്, ആഫ്രിക്കൻ കാണിച്ചു തരാം. ഇതാണ് ആഫ്രിക്കൻ പൈനാപ്പിൾ. മുള്ളൊക്കെ പരന്നു തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ, മുള്ള് പരന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല അത്യാവശ്യം വലുപ്പമുണ്ട്. ഈ ആഫ്രിക്കൻ പൈനാപ്പിൾ മുള്ളില്ലാത്തതാണ്. ഒരു 2-3 ക്രൗണായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ 2 ക്രൗൺ ഒരാൾ ഓരോ ചെടി തലപ്പത്തുള്ള ഓരോ ചെടി ഓരോരുത്തർക്ക് കൊടുക്കാണ്ട്, ഒരെണ്ണം മാത്രം എക്സ്ട്രാ ഉണ്ട്. പിന്നെ സക്കറുകൾ പൊട്ടിക്കഴിഞ്ഞാൽ അറിയിക്കാം. ഇതെന്തായാലും ഒരു 4.5 അടി 5 അടി ഉയരത്തിലാണ് നിൽക്കുന്നത്. കണ്ടില്ലേ, ഇതാണ് ആഫ്രിക്കൻ. ഇനി കൂന്താണിയാണ് കാണിക്കാനുള്ളത്. കൂന്താണിയുടെ ശരിക്ക് മക്കൾ കൂന്താണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇനമുണ്ട്, മക്കളില്ലാത്ത കൂന്താണിയുണ്ട്. ഇത് ശരിക്ക് മക്കളില്ലാത്ത കൂന്താണി ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അല്ലെങ്കിൽ ഈ സമയത്തിനുള്ളിൽ ഇവിടെ വേറെ വേറെ കൈതച്ചക്കകൾ വന്നേനെ. ഇതിപ്പോൾ സക്കറുകൾ മാത്രമാണുള്ളത്. അപ്പോൾ ഇതാണ് കൂന്താണി. ഇത് മുള്ളില്ലാത്ത വെറൈറ്റിയാണ്. അതിൻ്റെ ക്രൗൺ നല്ല രീതിയിൽ വലുപ്പം വന്നിട്ടുണ്ട്. ഇതാണ് ഈ നമ്മുടെ പൈനാപ്പിളിൽ ഏറ്റവും ആദ്യം കായ്ച്ചിട്ടുള്ള പൈനാപ്പിൾ എന്ന് പറയുന്നത്. ഇത് മുള്ളില്ലാത്ത പൈനാപ്പിളാണ്. ഈ മുള്ളില്ലാത്ത പൈനാപ്പിൾ തന്നെ ഒരുപാട് ഇനങ്ങളുണ്ട്. അതാണ്ട് മുള്ളില്ലാത്ത എല്ലാ പൈനാപ്പിളും ഒരേ ഇനം ആണ് എന്ന് കരുതരുത്. ബിലാത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇനമുണ്ട്. ഇത് നാടൻ ആയിട്ടുള്ള മുള്ളില്ലാത്തതാണോ എന്ന് അറിയില്ല. എന്തായാലും എക്സ്പെർട്ടുകൾ ഉണ്ടെങ്കിൽ കാണുമ്പോൾ പറയാം. പിന്നെ ഇത് ഹാൻഡ് പുൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇനമാണ്. നമ്മുടെ ഇവിടെ അവസാനമായിട്ടുള്ള കാഴ്ചയായിട്ടുള്ള ഒരു പൈനാപ്പിളാണ്. ഈ പല റീൽസിലും വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പൈനാപ്പിൾ ഇങ്ങനെ തലപ്പ് അതിൻ്റെ ഈ ഒരു ക്രൗൺ ഭാഗം മുറിച്ച് മാറ്റിയിട്ട് ചുമ്മാ അതിൻ്റെ ഓരോ കണ്ണുകൾ, അതായത് ഈ ഓരോ കണ്ണുകളും സെപ്പറേറ്റ് ഇങ്ങനെ ഇവിടെ പിടിച്ചിട്ട് വലിച്ച് ചക്കച്ചോള പോലെ ഊരിയെടുക്കുന്ന ഒരു തരം പൈനാപ്പിളുണ്ട്. അത് എല്ലാ പൈനാപ്പിൾ അങ്ങനെ ഊരിയെടുക്കാൻ പറ്റില്ല. പക്ഷെ ഇത് അങ്ങനെ ഊരിയെടുക്കാൻ പറ്റുന്ന ഹാൻഡ് പുൾ എന്ന് പറഞ്ഞിട്ടുള്ള ഇനമാണ്. ഹാൻഡ് പുൾ തന്നെ പല ഹാൻഡ് പുൾ വെറൈറ്റി പൈനാപ്പിളുണ്ട്. ഇത് ഒരു ഇനം ഹാൻഡ് പുൾ പൈനാപ്പിളാണ്. ഏറ്റവും അവസാനം കഴിച്ചതാണ്, ഇത്തിരി സമയമെടുക്കും. പിന്നെ നമ്മൾ പല വീഡിയോകളിലും തെറ്റി പറഞ്ഞിട്ടുള്ളൊരു ഇൻഫർമേഷൻ തിരുത്തുകയാണ്. ഇത് നൈജീരിയൻ എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇത് നൈജീരിയൻ അല്ല, ഇതാണ് ബ്രസീലിയൻ പൈനാപ്പിൾ. അതിൻ്റെ സൈഡുകളിൽ കണ്ട ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ അതിൻ്റെ കുടുമിക്ക് ചെറുതാണ്. പിന്നെ സക്കറുകൾ കൂടുതലുള്ള ഇനമാണ് ഈ പൈനാപ്പിൾ. ഇവിടെ കൂട്ടത്തിൽ ഏറ്റവും വലിപ്പമുള്ള ഈ ഒരു പപ്പായ മരം അപകടമാണ്. ചിലപ്പോൾ കായ്ച്ച് പഴുക്കാറായി നിൽക്കുമ്പോൾ വല്ല പൈനാപ്പിളിൻ്റെയോ ഡ്രാഗണിൻ്റെയോ മുകളിലേക്ക് ഇത് ഒടിഞ്ഞു വീഴാനുള്ള ചാൻസ് ഉണ്ട് ഈ മുതൽ. ഇതാണ് നൈജീരിയൻ പൈനാപ്പിൾ. കൂട്ടത്തിൽ നല്ല വലിപ്പമുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം മറ്റേ പൈനാപ്പിളുമായിട്ട്
നല്ല വലിപ്പ വ്യത്യാസമുണ്ട് ഈ പൈനാപ്പിൾ. നൈജീരിയനാണ്. ഇതിൻ്റെ ഇവിടെ നിന്നൊക്കെയും ശരിക്കും സക്കറകൾ പൊട്ടണ്ടാവും. ഇതിപ്പോൾ ഒരു സക്കർ പോലും പൊട്ടിയിട്ടില്ല. എന്തായാലും കായ്ക്കുന്നതിനോടനുബന്ധിച്ച് ചിലപ്പോൾ സക്കറകൾ പൊട്ടും എന്ന് വിചാരിക്കുന്നു. ഇത് കെനിയൻ റെഡാണ്. ചെറിയൊരു റെഡിഷ് നിങ്ങൾക്ക് കാണാം. ഇതാണ് കെനിയൻ റെഡ്. അപ്പോൾ അങ്ങനെ ഒരു 7 എണ്ണമാണ് ആയിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, മെഡൂസ വാങ്ങിയ സമയത്ത് പുതിയൊരു തൈ പൊട്ടി മുളച്ചിട്ടുണ്ടായിരുന്നു ഉടനെ തന്നെ. അപ്പോൾ അതിൻ്റെ ആ സക്കറും കായ്ച്ചു. അതാണ് ഇത്. അപ്പോൾ 2 മെഡൂസയുണ്ട്. ഓക്കെ, ആ മെഡൂസയുടെ വ്യത്യാസം കണ്ടോ. അപ്പോൾ എന്തായാലും പൈനാപ്പിളിൻ്റെ അപ്ഡേറ്റുകൾ ഇനിയും വരും. ഇത് ഈ വശത്തു നിന്നുള്ള വ്യൂ ആണ് ആഫ്രിക്കൻ്റെ. ഓക്കെ, അപ്പോൾ എന്തായാലും പൈനാപ്പിളിൻ്റെ അപ്ഡേറ്റുകൾ ഉണ്ട്. ഇതിൻ്റെയൊക്കെ തൈകളാവുന്ന സമയത്ത് അറിയിക്കും. തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട റൂട്ടിൽ കോടന്നൂരാണ് സ്ഥലം. പിന്നെ 94 95 55 13 37 നമ്മുടെ ഫോൺ നമ്പറാണ്. ആവശ്യക്കാർക്ക് വേണമെങ്കിൽ തൈകൾ വിളിച്ച് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്താൽ പോലും നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഇടുന്നതിനനുസരിച്ച് നിങ്ങളൊന്ന് വിളിച്ചാൽ മതി. വാട്സപ്പ് ചാനലിലാണ് നമ്മളെല്ലാ വിൽപ്പന വിവരവും പെട്ടെന്ന് ഇടുന്നത്. ഓക്കെ, വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വയ്ക്കാം. മിക്കവാറും ഞാൻ മറക്കും. അതുകൊണ്ടാണ് ആവശ്യപ്പെട്ടാൽ എന്ന് പറയുന്നത്. ഓക്കെ.